കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആണെന്ന്. സോയാബീനും കിഴങ്ങൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണല്ലോ, അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് 1 കപ്പ് ബസുമതി അരി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇത് വേവിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ഇച്ചിരി എണ്ണ, നാരങ്ങ നീര്, ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് എടുത്തിട്ടുള്ളത് 1/4 കപ്പ് സോയാബീനാണ്. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് 4-5 തവണ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 2 ഏലക്കായ, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്കൊരു സവാളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് ക്യാരറ്റ് അരിഞ്ഞു വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും പച്ചക്കറികൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള സോയാബീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 8 മിനിറ്റോളം അതൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇത് പെട്ടെന്ന് തന്നെ വേവായി കിട്ടും. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കാം. മസാല ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തവി കൊണ്ട് ഒരുപാട് കുത്തി ഉടക്കണ്ട. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 നാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. കുരുവൊന്നും പെടണ്ട. ഒന്നുകൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് 8-10 മിനിറ്റ് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോയ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇത് ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കാം. മുതിർന്നവർക്ക് ഇത് ഇഷ്ടമായിക്കൊള്ളുന്നില്ല. എനിക്ക് തൊട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മക്കൾ നേരെ കഴിച്ചിട്ടുണ്ടായിരുന്നു.